ഗൈസ് ഡേ 3 അറ്റ് ബാംഗ്ലൂരാണ്. ഞാൻ ഇവിടെ തന്നെയാണുള്ളത്. ഇവിടെ ശോഭ ഡ്രീം മേക്കേഴ്സിലാണ്. ഇന്ന് കുറച്ച് ലൊക്കേഷൻസിലേക്കൊക്കെ ഒന്ന് പോകാനോ വിചാരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ പോവും. അതേപോലെ ഞാൻ വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും കാര്യങ്ങളിലൊക്കെ ആയിട്ട് തിരക്കിലായതുകൊണ്ടാണ് ഞാൻ ഉച്ചയാകുമ്പോഴേക്ക് ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ചെറിയ ഫാമിലീസൊക്കെ പോയി. അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് മെട്രോ വഴിയാണ് എല്ലായിടത്തേയും പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. ഉബറോ ഏതോ അങ്ങനെ എന്ത് 2 ആപ്പ് ഉണ്ട്. അതിൽ വണ്ടി എടുത്ത് അങ്ങനെ അങ്ങോട്ട് പോയി പിന്നെ മെട്രോ വഴിയാണ് എല്ലാ സ്ഥലങ്ങളിലേക്കും പോവുക. 1-2 സ്ഥലങ്ങളിലേക്ക് പോകണമെന്നുണ്ട്. അപ്പോൾ ഈവനിങ് ആകുമ്പോൾ ഏട്ടൻ കഴിയുമ്പോഴേക്ക് ഇവിടെ എത്താനുള്ള പ്ലാനിങ് അത്രേ ഉള്ളൂ. അപ്പോൾ ഈ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ കാണട്ടോ. അതവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ വണ്ടിക്കാരനെത്തും. ആ വണ്ടി കയറിയിട്ടാണ് അങ്ങോട്ട് പോവുക ലൊക്കേഷനിലേക്ക്. കുബോൺ പാർക്കോ അങ്ങനെ എന്തോ പറഞ്ഞ സ്ഥലമാണ് ഞാൻ ഡെസ്റ്റിനേഷൻ ഇട്ടേ. ആദ്യം മെട്രോ വഴി അവിടെ എത്തണം. പിന്നീട് അതിന് ശേഷമാണ് അങ്ങോട്ടേക്ക് പോകാട്ടോ. അപ്പോൾ അവിടെ വെയിറ്റിംഗ് ആണ് വണ്ടി എത്തുന്നവരെ. വണ്ടി ഇപ്പോൾ അവിടെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പോന്നുകൊണ്ട് കേൾക്കും. ഇപ്പോൾ വേറൊരാളെ ബുക്കിംഗ് ചെയ്ത് അതിന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരുപാട് ടൈം എടുക്കുന്നതാണ് പറഞ്ഞ് അയാളെത്താനും. അപ്പോൾ അവിടെ വെയിറ്റിംഗ് തന്നെയാണ്. ആളെ ഏതൊക്കെയോ വഴിയൊക്കെ കറങ്ങിയൊക്കെ വരും. നേരെ വന്നാൽ ഈ റോഡ് നേരെ വന്നാൽ മതി. ശരിക്കും മാപ്പിൽ കാണുമ്പോൾ അങ്ങനെ കാണിക്കുന്നത്. ആൾ കറങ്ങിയേ വരുള്ളൂ എന്നാണ് തോന്നുന്നത്. 3000 ട്രിപ്പ് നടത്തിയ ഒരാളാണ്. അപ്പോൾ അയാളെ എക്സ്പീരിയൻസ് കൊണ്ട് തോനെ പേയ്മെൻറ്റ് അങ്ങനെ കിട്ടാൻ മതിയോ, അതുകൊണ്ടായിരിക്കും അങ്ങനെ കറങ്ങി വരുന്നത്. നമ്മളെ ഡ്രൈവർ വന്ന് പിക്ക് ചെയ്യാണ് ചെയ്ത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ആൾ മാറി വേറൊരാൾ വന്ന്. അപ്പോൾ ആളിനെ കൂട്ടി അങ്ങനെ ലൊക്കേഷനിലേക്ക് പോകാം കേട്ടോ. സ്ഥലം എന്നറിയില്ല. ആൾക്ക് ഫുള്ള് മാപ്പിട്ടിട്ട് തന്നെയാണ് നോക്കുന്ന ആളും. അപ്പോൾ മാപ്പ് ഇട്ടിട്ട് നേരെ അങ്ങടേക്കുള്ള വഴി ഇട്ടിട്ട് പിന്നെ ഇയാൾ അവിടെ എത്തിക്കും സ്ഥലത്ത് എന്നുള്ളൊരു വിശ്വാസമാണ് നമ്മളെ. എല്ലാവരും വിശ്വാസമല്ലേ, വിശ്വാസത്തിൻ്റെ പുറത്തല്ലേ യാത്രകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോയിട്ട് അങ്ങനെ യാത്ര തുടരുക ചെയ്യുക. ഏതാ സ്ഥലം എന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ ഞാനവിടെ എത്തിയില്ലെങ്കിൽ ഇത് ലാസ്റ്റ് വ്ളോഗ് അയക്കുന്നതാണ് എനിക്കും തോന്നുന്നത്. എത്തുന്നതാണ് എൻ്റെ ഒരു നിഗമനം. ആളിനെയും കൊണ്ട് പോകുന്നുണ്ട് ഇങ്ങോട്ടേക്കോ എന്തിനോ പോയോ കേട്ടോ. എങ്ങനെയാണ് യാത്ര? നല്ല സ്പീഡാട്ടോ വണ്ടി. ഏതാ ധൂമ് ചാലയിലെ വണ്ടിയാണ് മക്കളെ. ധൂമ് ചാല ഇതിലൊക്കെ ഉള്ള പോലെ ഇവിടെ സ്മാർട്ട് ബസ്സാറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്യാരസി ഒക്കെ എല്ലായിടത്തും ഉണ്ടാവല്ലോ. അത്ര ഔട്ട്ഡേറ്റില്ലല്ലോ. വേറെ സ്ഥലമൊന്നും നിൽക്കാറില്ല. ഏതോ ഒരു സ്ഥലത്ത് കൂടെ അങ്ങനെ പോകുന്നുണ്ട് വണ്ടി. അത്രയൊക്കെ മനസ്സിലാവുന്നില്ല. ബാംഗ്ലൂരു അവിടെയാണല്ലോ എന്തെല്ലാം കുറേ ഭായിമാർ ഇവിടെ നിൽക്കുന്നുണ്ട് വെറുതെ. അങ്ങനെ ഒരു ലോകമാണ്. HDFCൻ്റെ കാർഡൊക്കെ ഉണ്ട്. ബാങ്കുണ്ട് ഇവിടെ. അല്ലാണ്ട് ഇവിടെ സജീവാണ് ഇവിടെ മൊത്തത്തിൽ. എന്താണെന്ന് പറയാനുള്ളത്, എന്തൊക്കെയോ കമ്പനീസ് ഉണ്ട്. വലിയ ഓരോ സംഭവങ്ങളുണ്ട്. എനിക്കൊന്നും അറിയുന്നില്ല. ഇവിടെ സ്ഥലം അറിയാത്തതുകൊണ്ട്. ഇവിടെ മുക്കത്താണെങ്കിൽ മുക്കം മണാശ്ശേരി പറഞ്ഞാൽ മതി. ഇവിടെ എന്ത് മണാശ്ശേരി വണ്ടി ഓട്ട് നാളുകളിനോട് മിണ്ടില്ല. ഞാൻ 2 കഥയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് മൂപ്പർക്ക് അതൊന്നും കേൾക്കണ്ട. ഇവിടെ നമ്മൾ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്തിട്ടോ, ഡീറ്റെയിൽസ് ഒന്നും അങ്ങനെ ഷെയർ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആപ്പിനകത്ത് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ അവർ സംസാരിക്കാൻ നിൽക്കരുത്. അമ്പൂർ ദം ബിരിയാണിയൊക്കെ ഇവിടെ കേട്ടോ. ഫുഡ് സ്പോട്ടിൻ്റെ ഏരിയ ആണെന്ന് അല്ലെങ്കിൽ കഴിച്ചു നോക്കിയാലോ. വിശക്കുണ്ട്. ഞാൻ നല്ല വീട്ടിൽ നല്ല ചക്കക്കുരുക്കറിയും പച്ചക്കറിയൊക്കെ കയറ്റിങ്ങിട്ട് പോകുന്നതാണ്. പിന്നെ വിശക്കുമോ? ഞാനിപ്പോൾ ഈ വന്നെത്തിയ ലൊക്കേഷനാണ് കുബൺ പാർക്ക്. എനിക്ക് കൃത്യമായിട്ട് പ്രൊണൗൺസിയേഷൻ തെറ്റും. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഒറ്റയ്ക്ക് വന്ന ഒരു വൈബും ഇല്ല. ചങ്ങായിമാരെയും ഫാമിലിയൊക്കെ മിസ് ചെയ്യാന്നല്ലാതെ വെറുതെ ഒറ്റയ്ക്ക് വന്ന പോസ്റ്റ് അവിടെ നിന്ന് കുറേ ഇറങ്ങി. ഇവിടെ കുറേ ആൾക്കാർ അടിമണിയും തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ഫാമിലിയായിട്ട് വന്ന് ഫുഡ് കഴിക്കുന്നവരുണ്ട്. പിന്നെ ഈ പാർക്ക് ഭയങ്കര വലിയ പാർക്കാന്ന് തോന്നുന്നു. കണ്ടിട്ട് ഭയങ്കര സ്പേഷ്യസാണ്. ഇഷ്ടംപോലെ ആൾക്കാർ നടക്കുന്നുണ്ട് ജഗപൊകയിൽ. ഇവിടെ കുറച്ച് വെയിലുള്ള ഇരുണ്ട്. ഞാൻ കുറച്ചാണ് നടക്കട്ടെ. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഞാൻ അവിടെ വന്ന് ഇരുന്ന് ഒരു സുഖം കിട്ടില്ലടാ. എന്താ പറയുക, ചട്ടപ്പ്. ഇവിടെ വന്നിട്ട് ആരുമില്ല, എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഫ്രണ്ട്സില്ല, ഫാമിലി ഇല്ല. ഇവിടെ വന്നിനി കുറച്ച് നേരം ഇവിടെ കറങ്ങും. ഇവിടെ കറങ്ങിയതിന് ശേഷം വേറെ എങ്ങോട്ടെങ്കിലും പോകും. അത്രയേ ഉള്ളൂ. വേറെ പ്ലാനിങ് ഒന്നുമില്ല. ഇവിടെ തന്നെ നിൽക്കുക. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. മലേൻ്റെ മുകളിലും കുന്നിൻ്റെ മുകളിലൊക്കെ കയറി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ നല്ല നാച്ചുറൽ ബ്യൂട്ടി ആട്ടോ. ഇവിടെ അത്രത്തിൽ ഉണ്ടാക്കിയതാണെന്ന് എനിക്കറിയില്ല. സംഭവം നാച്ചുറലാണ്. പക്കാ വൃത്തിയായി ഉണ്ടാക്കിയ സംഭവമായതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അങ്ങനെ കണ്ടിരിക്കുക, അവിടെ കുറച്ച് എൻജോയ് ചെയ്യുക, സമയം പോകും. അങ്ങനെയൊക്കെ തന്നെ. വേറെ എന്തിപ്പോൾ ബാക്കി കാണുന്ന കേട്ടോ ഹൈക്കോർട്ട് ഓഫ് കർണാടക പറഞ്ഞ സംഭവം. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഹൈക്കോർട്ട് ഓഫ് കർണാടകയാണ്. ഇതാണ് ബാക്കിൽ. മനസ്സിലേ എത്ര കണ്ടോ സ്ഥലം കണ്ടോ? സിംഹമുണ്ട്. സിംഹം ഇവിടെ തന്നെ ഉണ്ട്. വേറൊരു സിംഹം അവിടെ ഉണ്ട്. പിന്നെ ഞാൻ ഒരു സിംഹമായിട്ട് ഇവിടെ ഉണ്ട്. ഗൈസ് ഇപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഏരിയയിലാണ്. ദ ഹണ്ട്. ഇവിടെ എഴുതിച്ച ഓരോ വായിക്കാനൊക്കെ ഉണ്ട്. ഇതൊക്കെ വായിച്ചിട്ട് എന്താ കാര്യം നിൽക്കാറില്ല. ഇവിടെ കുബോൺ പാർക്കിൻ്റെ മെയിനായിട്ടുള്ള എൻ്റെ മക്കളെ ഇത് വായിക്ക്. ചർമ്മജേന്ദ്ര പാർക്ക്. അതന്നെ കുബോൺ പാർക്കിൻ്റെ ഫുൾ ഫോമാണ്.
ഇതിൻ്റെ മാപ്പിംഗ് ഹൈക്കോർട്ട് കണ്ടോ നടുവിൽ കണ്ടോ, ഹൈക്കോർട്ട് ഇവിടെ കാണിക്കുന്നത്, ബാക്കിയുള്ള ഓരോ ഗവൺമെൻറ് മ്യൂസിയം കാണിക്കുന്നത്, സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി കാണിക്കുന്നത്, ഇതൊക്കെ ഇവിടെ തന്നെയാണ് വരുന്നതെന്നാണ് പറയുന്നത്. എല്ലാം കൂടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ. ഇനി ഓരോ നമ്പർ എഴുതിച്ചിട്ടുണ്ട് ഈ ഓരോ മരത്തിന് മുകളിൽ 3471 ഒരു നമ്പർ. അത് എന്താ മനസ്സിലായില്ലേക്ക്, വർഷങ്ങളെ വഴക്കാണോ എന്ന് മനസ്സിലായില്ല. പിന്നെ അതേപോലെ ഇവിടെ കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ വലിയൊരു മേജർ ജനറൽ എസ് പിൻ്റെ ഇത് കാണാം. ഓരോ സംഭവങ്ങൾ കിട്ടുന്നുണ്ടോ, മേജർ ജനറൽ എസ് പിൻ്റെത്, അങ്ങനെ ഓരോ സംഭവങ്ങൾ ഇവിടെ കാണാം. പിന്നെ അതേപോലെ തന്നെ ഓരോ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ നടക്കുന്നതനുസരിച്ച് മീൻ കാണാം. മീൻ കണ്ടോ, പൊരിക്കാനുള്ള മീൻ ഇവിടെ ഉണ്ട്. മ്യൂസിയത്തിലെ മീനാണ്, ഫ്രഷാണ്, കിലോ 10. അതേപോലെ ഓരോ മീനുണ്ട്, ഓരോ രൂപങ്ങൾ കണ്ടോ, ഓരോ സാധനങ്ങളുണ്ട് അവിടെ, ഓരോന്ന് കാണാം. ഇതൊക്കെ കണ്ടിട്ട് വേണം നിങ്ങൾ തിരിച്ചു പോകാൻ, അല്ലെങ്കിൽ പ്രശ്നമാണ്. ദൈവം ചോദിച്ചാലോ, പടച്ചോൻ ചോദിക്കും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്ന്. ഇവിടെ എങ്ങനെ വരുന്നുണ്ടോ കാണാനുള്ളത്, മരങ്ങളെ മുകളിലൊക്കെ ഇവിടെ ഇത്ര മരങ്ങളുണ്ട് എന്നുള്ള നമ്പറായിരിക്കും. ഇത്ര വയസ്സുള്ള മരമൊക്കെ ആകുമ്പോഴേക്ക് അല്ലെങ്കിൽ എത്ര വയസ്സുള്ള മരം ഉണ്ടാവും ഞാൻ ചിന്തിക്കുന്നത്. ഓരോ സംഭവം ഉണ്ടോ, ഓരോ സംഭവങ്ങളുണ്ട്. ഇനി വേറെ സ്ഥലം പോട്ടോ, വേറെ സ്ഥലം കാണാം. ഇവിടെ നടുവിൽ കണ്ടോ അങ്ങനെ ഒരു സർക്കിള് കറങ്ങാൻ. ഇത് ഞാൻ പാർക്കിൻ്റെ പുറത്താണോ അകത്താണോ എന്നോട് ചോദിക്കിയത്. പുറത്തും അകത്തും കെട്ടൊരു ഭാഗം ഇവിടെ. ഇവിടെ അങ്ങനെയാണ് സ്ഥലം. വയലേഷൻ ഫൈനൊക്കെ ഉണ്ട് ഇവിടെ. തുപ്പുന്നതിന്, കളിക്കുന്നതിന്, നോയ്സൻസ് ഓരോന്നിനും ഓരോ ഫൈനാണ്. പിന്നെ ഓരോന്നിനും ഫൈനുണ്ട്. ഫൈന് ഫ്രീയാണ്, എന്തിനും ഫൈനുണ്ട്. ഇവിടെ വന്ന് തോന്നിയ ദിവസം കാണിച്ചാലും ഫൈനുണ്ട്. എല്ലാത്തിനും ഫൈന് ഫ്രീ ആട്ടോ ഇവിടെ. ഫൈൻ എന്ത് ചെയ്താലും ഫൈൻ ഉണ്ടാവും, ഫ്രീ ഫൈൻ. ഇവിടെയുള്ള ഭായിമാരൊക്കെ ഉണ്ട്, എന്തനുസരണമുള്ള പൈമാരെ കണ്ടോ, അവരൊന്നും പറയൂല, നമ്മളറിയൂല, പിന്നെന്ത് പറയാനാ. ഉണ്ടോ പൂമ്പാറ്റത്തോട്ടുണ്ട്. ഇവിടെ വന്ന് പൂമ്പാറ്റ വന്നിരിക്കും. ഞാൻ വന്നതുകൊണ്ടാണോ അറിയില്ല, ഇവിടെ ഒരൊറ്റ പൂമ്പാറ്റ പോലും ഇല്ല, ഒറ്റൊന്നുമില്ല. ഒരു ഐഡിയ ഇല്ല, അതിനെപ്പറ്റി അറിവുമില്ല, എന്താണ് ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഹൈക്കോർട്ട് ജസ്റ്റ് വന്ന് വിസിറ്റ് ചെയ്ത് ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് അത്രയേ ഉള്ളൂ. ഫുള്ള് ഒരു ചുവപ്പ് ഓറഞ്ച് കളറ് പെയിൻ്റ് അടിച്ച സ്ഥലം, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു സ്ഥലമാണ്. അങ്ങനെ വേറെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും അറിയാനില്ല. എനിക്ക് അറിയില്ല, എനിക്കൊന്നും പറയാനും അറിയില്ല. സ്ഥലം വന്ന് കാണാം, കുറേ ആൾക്കാർ കോട്ടിട്ട് നടക്കുന്നത് കാണാം, അങ്ങനെയൊക്കെ കാണാനുള്ളൂ. കുറേ നേരെ ചുറ്റി കറങ്ങുന്നത്. ഇപ്പോൾ തിരിച്ചു പോട്ടെ, ഇവിടെ നിന്ന് തിരിച്ചു വിടും. അപ്പോൾ ഫുള്ള് പൊളി തന്നെ അല്ലേ. ഇതാ ഇവിടെ കാണുന്നതാണ് ഹൈക്കോർട്ട്. ക്ലോസ് ഷോട്ട്സ് ഓഫ് ഹൈക്കോർട്ട്സ്. കിടിലല്ലേ, കില്ലടി. വണ്ടികളൊക്കെ ഞാനല്ലേ, വണ്ടികളുണ്ടോ, വണ്ടികളാണ് ഇവിടെ, ഫുള്ള് വണ്ടികളാണ്. തിരക്കാണ് ഇവിടെ, തിരക്കേറിയൊരു നഗരമാണ് ഇവിടെ ഹൈക്കോർട്ട്. അല്ലാണ്ടൊന്നുമില്ല. ഇവിടെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ജഗബോഗയിൽ നടത്തം, ഫ്രണ്ട് ബാക്ക് നടത്തം തന്നെ ഇവിടെ, തിരക്ക് തന്നെ ഇവിടെ. ഇത്രയും നേരം മുമ്പിൽ കണ്ട് ഹൈക്കോർട്ടിൻ്റെ ബാക്ക് സൈഡ്, ഇനി ഇപ്പോഴാണ് ഫ്രണ്ട് സൈഡ് കണ്ട്. പക്ഷെ അത് കാണിച്ചു തരാൻ പറ്റില്ല, ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് അവിടെ, അതാണ് പ്രശ്നം. ഇത്രയും നേരം കണ്ട് ബാക്ക് സൈഡാണ്. അതിനുശേഷം ഞാൻ മെട്രോ പിടിച്ച് അടുത്ത ലൊക്കേഷനിലേക്ക് പോയി. എല്ലാ സ്ഥലത്തും മെട്രോ കയറുന്ന ഇങ്ങനെ ചെക്ക് ചെയ്യും, എന്തെങ്കിലും പൊട്ടുന്ന ഐറ്റംസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കണം ചെക്ക് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം ചർച്ച് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ പോയി. ഈ സ്ഥലത്തിലെ ലൈറ്റിംഗ് ആണ് ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് എത്തിപ്പെട്ടത്. ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ 6:30 സമയമാകുമ്പോൾ ലൈറ്റ് ഓൺ ആവും. ഈ ലൈറ്റ് കാണാനാണ് എല്ലാവരും വരുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ചർച്ച് സ്ട്രീറ്റ്. ഈ ലൈറ്റാണ് ഇവിടുത്തെ എല്ലാം മക്കളെ. ബാംഗ്ലൂർ വന്നിട്ട് ഇവിടെ ലൈറ്റ് കത്തുന്നത് കാണാതെ പോയത് നിങ്ങൾ. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് വന്നാണ്. നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ ഇവിടെ എന്തായാലും വരണം. ചർച്ച് സ്ട്രീറ്റിലെ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മോനെ, എൻ്റെ പള്ളി അമ്മാരി ലൈറ്റാണ് മക്കളെ, അടാറ് സ്ഥലം. ഈ ലൈറ്റ് കാണാൻ നിങ്ങൾ ഇവിടെ വരണം മിനിമം. ലൈറ്റാണ് ഇതിൻ്റെ ഭംഗി. അപ്പോൾ ഞാൻ ലൈറ്റൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകട്ടോ. ബാക്കിലുള്ള ലൈറ്റ് എങ്ങനെയുണ്ട്, കാണാൻ ഭംഗിയില്ലേ? ചർച്ച് സ്ട്രീറ്റിലെ ലൈറ്റാണെല്ലാം എന്നൊക്കെ പറയുന്നവരുണ്ട്. നല്ല ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ ചില്ലാവാൻ പറ്റിയ സ്ഥലമാണ്. ചെക്കന്മാരൊക്കെ ആയിട്ട് വന്ന അടിപൊളി ലൊക്കേഷനാണ്, വൈബാണ്, എൻജോയ് ചെയ്യുക, ലൈഫ് എൻജോയ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. ഞാൻ അവിടെ വന്ന് ഫുഡൊന്നും കഴിച്ചില്ല, ഫുഡ് വീട്ടിൽ നിന്ന് ചോറും കറിയൊക്കെ കഴിച്ച് ഞാൻ വന്നാണ്. പക്ഷേ ഇവിടുത്തെ ലൈറ്റിങ് സെറ്റാണ് മക്കളെ, നിങ്ങൾ വരണം ഇവിടെ മക്കളെ. ഇല്ലാത്ത തിരക്കാണ് ഇവിടെ ഉള്ളത്, വൻ തിരക്കാണ് മെട്രോയിൽ. വിചാരിക്കുന്ന പോലെയല്ല, പക്ഷേ ബസ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ AC ഉണ്ടെന്ന് മാത്രം, ഫുള്ള് ആളാണ്. തുടക്കം നല്ല കയറുമ്പോൾ തിരക്കുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ തിരക്കായിട്ട് കുറയും. അതാ പ്രത്യേകം. ഈ കൃഷ്ണരാജപുരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പകുതിയിലധികം ആൾക്കാരും ട്രെയിനിൽ ഇറങ്ങിപ്പോയിട്ട് കേട്ടോ. ഇവിടെ നിന്ന് ആളില്ലാതെ ട്രെയിനല്ല, ശരിക്കും മെട്രോ ആണ്. ഞാൻ പറഞ്ഞതിൽ തെറ്റ് പറ്റും, എന്നെ ക്ഷമിക്കണം. കാരണം എനിക്കതിനെ പറ്റി വലിയ അറിവൊന്നുമില്ലല്ലോ, ക്ഷമിച്ച് കളങ്ങട്.
ഞാൻ പിന്നീട് അങ്ങനെ അങ്ങോട്ട് വണ്ടിയിലെടുത്ത് പിന്നെ തിരിച്ച് ലൊക്കേഷനിലേക്ക് തന്നെ വീട്ടിലേക്ക് തന്നെ പോകാനുള്ള പ്ലാൻ. അപ്പോൾ തിരിച്ചിറങ്ങിയിട്ട് മറ്റേ വണ്ടി വരുന്ന ആ സജ്ജീകരണം തന്നെ ചെയ്യും, ബൈക്ക് ഇങ്ങോട്ട് വരുന്ന ആ പരിപാടി. ഞാനിപ്പോൾ ലൊക്കേഷൻ കാര്യങ്ങൾ പറഞ്ഞെടുത്ത്. അപ്പം വിങ് 45 ശോഭ ഡ്രീം ഏക്കേഴ്സ് എന്ന് അങ്ങനെ എന്തോ പറഞ്ഞെടുത്ത്. അപ്പോൾ മൂപ്പര് മാപ്പിലടിച്ച് അങ്ങനെ മൂപ്പര് സ്ഥലത്തേക്ക് അങ്ങനെ വിടുക കേട്ടോ വണ്ടി. ഇവിടെ ഇലക്ട്രോണിക് സിറ്റി ഏരിയ തന്നെയാണ് തോന്നുന്നത്. ഇത് ഇലക്ട്രോണിക് സിറ്റി നല്ല കേട്ടോ, വേറെ കേട്ടോ. ഞാൻ പറയുന്നത് നോക്കണ്ട, അക്കേനെ പറ്റിയ ധാരണയില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ഇവിടെ ഇങ്ങനെ പോയോണ്ടിരിക്കുക. അപ്പോൾ ഇപ്പം ഏകദേശം 2 മിനിറ്റ് ആയിട്ട് വണ്ടി ഇരിക്കുകയാണ് കിട്ടിയത്. അപ്പോൾ ബുക്ക് ചെയ്ത് വണ്ടി എത്തി. ഇതിലാണ് ബുക്ക് ചെയ്തത്. എന്തോ ഒരു ആപ്പ് ഉണ്ട്, ആപ്പ് പറഞ്ഞത് അപ്പോൾ കിട്ടും. അവിടെ കണ്ട ബില്ലിങ് കണ്ട സെറ്റപ്പ് അല്ലേ, അടിപൊളി സംഭവം കേട്ടോ. ചടച്ചുണ്ട് സത്യമായിട്ട്. ബുക്ക് ചെയ്ത ആപ്പിനോട് മറന്നു, ഈ റാപ്പിഡോ എന്ന ആപ്പിൻ്റെ പേര്, റാപ്പിഡോ. അതിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾ വരും, പിക്ക് ചെയ്യും, മൂപ്പര് സ്പീഡ് പോവും, നമ്മൾ പേടിച്ചിരിക്കും, അങ്ങനെ പോകും. മൂപ്പർക്ക് തന്നെ ഒരു കൺട്രോളില്ല എങ്ങോട്ടാണ് പോകണമെന്ന്. അങ്ങനെ ഇതിലിങ്ങനെ പോകട്ടോ, നല്ല സൗകര്യമാണ്. 70 റുപ്യ ആയിട്ടോ. അവിടുന്ന് ഏകദേശം 25 മിനിറ്റ് ദൂരമുണ്ട്. 25 മിനിറ്റ് ദൂരം അങ്ങനെ പ്രൈവറ്റായിട്ട് നമുക്ക് ഒരു വണ്ടി കയറി നമുക്കായിട്ടൊരു വണ്ടി വരിക, ലൈഫ് തന്നെ. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെയുള്ള ലൈഫ് അങ്ങനെയാണ്. പൊളിയല്ലേ, കുറേ ആൾക്കാർ, മനുഷ്യന്മാർ. നാട്ടിലുള്ള ആട്ടോ സുഖം കേട്ടോ, ഇവിടെ ഒന്നും ഒരു സുഖമില്ല മക്കളെ. അതോ ഗതി അവിടെ വന്ന് വെട്ടുന്ന. നാളെയും കൂടെ ചിലപ്പോഴാണ് മൂടുന്നതിനെ ഇറങ്ങുള്ളൂ, അല്ലെങ്കിൽ വീട് തന്നെ ഒത്തിരിക്കും. ആ കമ്പനിക്കാരൊന്നും ഇല്ലായിട്ട് പുറമേക്ക് ഇറങ്ങാമെന്നില്ല. ജിഷ്ണുവിനെയോ വീട്ടുകാരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ കഥ, ഒരു കഥയില്ലാത്ത കഥ. ഇവിടെ ആരുമില്ല, വൈബില്ല, പിന്നെ പോയിട്ടൊക്കെ തന്നെയാണ്. ഗായ്സ് ഞാനിപ്പോൾ ഇവിടെ ലൊക്കേഷനിൽ തിരിച്ചെത്തി. അപ്പം ബായിയായിട്ട് തർക്കാണ്. 70 റുപ്യാണ് പറഞ്ഞത്. 70 റുപ്യല്ലടാ, ലൊക്കേഷൻ ദൂരമുണ്ട്, ടീക്കാനാ ഓക്കെ റെഡിയാന്ന് പറഞ്ഞു. സംഭവം ബായി വിടായി പറക്കിയത് എൻ്റെ അടുത്ത്. ഞാൻ വിടുവാനേ, അങ്ങനെ പിടിച്ചില്ലേ. അവൻ പറയാ 70 റുപ്യ അല്ല 85 റുപ്യ ആവുന്നു. ഏതാ എന്നോടോ? ഞാൻ പറഞ്ഞു 70 റുപ്യ ഉള്ളൂ മോനെ, പൈസ അല്ല കയ്യിൽ, ഈ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അവൻ ആപ്പിലൊക്കെ നോക്കി, ആപ്പൊക്കെ തുറന്ന് എന്നോട് പറയാണ് 70 റുപ്യ അയച്ചാൽ മതിയെന്ന്. ശരിയാവും പോരെ, കഴിഞ്ഞ അത്രയുള്ള ഡീല്. അപ്പോൾ 70 റുപ്യ ആപ്പ് വഴി ബുക്ക് ചെയ്യുന്നത് ബെറ്റർ. മൂപ്പര് ഫോൺ പേ ഒക്കെ കാണിച്ച് ഇതിലേക്ക് അയച്ചു പറഞ്ഞു. അപ്പോൾ മൂപ്പരെന്നെ പറ്റിക്കാൻ നോക്കുക. നടക്കുമോ എന്തേ, ചില്ലറ പൈസ എന്നോട് പറ്റിപ്പോന്നില്ല. എന്നാലും അങ്ങനെ കഴിഞ്ഞ് ഞാൻ അപ്പോൾ അവിടെ പോകാൻ ലൊക്കേഷനിലേക്ക്. അത് മാത്രമല്ല അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ 1-2 ലൊക്കേഷനോടെ പോയി. 10 റുപ്യക്ക് ഒരു വെള്ളം വാങ്ങാൻ ഒരു മാളിലൊക്കെ പോയിട്ടുണ്ട്. സംഭവം 10 റുപ്യേൻ്റെ ടാറ്റേൻ്റെ ഈ പ്രൊഡക്റ്റ് 8 റുപ്യക്കാണ് വെള്ളം കിട്ടി. അതൊക്കെ എന്തായാലും മെച്ചമായി. പിന്നെ അതേപോലെ കുറേ സ്ഥലങ്ങളിൽ പോയി ബില്ലൊക്കെ അടിച്ച് ഓരോ ബില്ല് പ്രൊസീജിയേഴ്സ്, കുറേ കാര്യങ്ങൾ അങ്ങനെ സെക്യൂരിറ്റി പിന്നിങ്, അതൊക്കെ എപ്പോഴും എല്ലായിടത്തും ഉള്ള പോലെ തന്നെ കേട്ടോ, എല്ലാ സ്ഥലത്തും വലിയ വ്യത്യാസമൊന്നുമില്ല. അതൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പിന്നെ ഒരു വലിയൊരു മാളേനി, ഇതിൻ്റെ മുകളിൽ നമ്മളെ ടാറ്റേൻ്റെ തന്നെ കുറേ സ്റ്റുഡിയോ ഒക്കെ ഉണ്ടായിരുന്നു മുകളിൽ. അതേപോലെ വേറൊരു വലിയൊരു മാളുണ്ട്, ഗരുഡ മാൾ എന്ന് പറഞ്ഞ്. അവിടെ കയറി അവിടുത്തെ ഫുഡ് കോർട്ട് എല്ലാം നമ്മുടെ നാട്ടിലെ പോലെ സെറ്റപ്പ്. പക്ഷേ ഫുഡും ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് തന്നെയാണ്. എനിക്ക് പുറമേത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞാനത് കഴിക്കാൻ നിന്നില്ല. ഈ ഗരുഡ മാളിൻ്റെ ഈ ലിഫ്റ്റും കാര്യങ്ങളും ഗോൾഡൻ കളറിലാണ് ഇതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത്. അതേപോലെ ഇവിടെ ഇങ്ങനെ നടന്നിങ്ങനെ കാണാൻ മാത്രം ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. ഞാൻ ഇവിടെ തന്നെ 1-2 സ്റ്റോർസിലൊക്കെ കയറി ഐഫോണും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത്, പിന്നെ അതിന് ശേഷം അവിടെ നിന്നും കൂടെ ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ഞാൻ മെല്ലെ പുറത്തേക്കൊക്കെ പോയി. മാള് ശരിക്കും കാണാൻ മാത്രം എന്ന് പറഞ്ഞാൽ അവിടെ ലൈറ്റിങ്ങും ആംബിയൻസും എല്ലായിരുന്നു. അത് മാത്രമല്ല അവിടുത്തെ ആ ഇതില്ലേ, എന്താണ് പറയുക, ആ എസ്കലേറ്റർ, ആ സംഭവം, അവിടെയുള്ള ആ ഗോൾഡൻ പെയിൻ്റാണ് നമ്മുടെ നാട്ടിലെ മാൾ വെച്ച് നോക്കുമ്പോൾ ഡിഫറെൻ്റ് ആയി തോന്നി. പക്ഷേ ബ്ലൂ ഡയമണ്ട് മാൾ പറഞ്ഞ കോഴിക്കോട്ടെ മാളുണ്ട്. ആ മാളും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. ഒരു പ്രത്യേക തരം മാളാണ് ബ്ലൂ ഡയമണ്ട് മാൾ എന്ന് നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അതേപോലെ ഇവിടെയുള്ള ഒരു സ്റ്റോറുണ്ട്, സാംസങ്ങിൻ്റെ ഒരു പഴയ മ്യൂസിയം സെറ്റപ്പിൽ അവരുണ്ടാക്കിയെടുത്തൊരു സ്റ്റോർ ഉണ്ടായിരുന്നു. അവിടെയും പോയി കണ്ട് കറങ്ങി അങ്ങനെയൊക്കെ തന്നെ. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടൊരു വൈബില്ല, ഇനി അത്ര മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒരു ഫ്രണ്ട് ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഒരു രസം, ഇനി കമ്പനി അതിന് ജോലടിച്ച് പോകാൻ വിചാരിച്ചു, അത്രയേ ഉള്ളൂ. കുഴപ്പമില്ല, അടിപൊളിയാണ്. ബാംഗ്ലൂരൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ സംഭവങ്ങളും സ്ഥലങ്ങളും അതേപോലെ കുറേ കാണാനുണ്ട് ബാംഗ്ലൂർ. പക്ഷെ നമ്മൾ നാട്ടിലായാലും ഇങ്ങനെ കാണാനുണ്ടാവും. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയാൽ മതി, അത്രയല്ലേ ഉള്ളൂ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വേറെ ആയിട്ട് കാണാം കേട്ടോ.